ഹലോ കൂട്ടുകാരെ, ഡിവൈൻ മസ്കുലൈൻ എനർജി തൻ്റെ കൗണ്ടർ പാർട്ടിൻ്റെ എനർജി ഡ്രെയിൻ ചെയ്യുമോ? ഇത് ട്വിൻ ജേർണിയിലുള്ള എല്ലാവരും ഒരു സ്റ്റേജ് വരെ മനസ്സിലാക്കാൻ പറ്റാതെ ഈ ഒരു ഡൗട്ട് എനർജിയിൽ നിൽക്കാറുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം, ഈ ഒരു കോൺസെപ്റ്റിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇതൊരു ഡിവൈൻലി ഗൈഡഡ് കണക്ഷനാണ് ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജേർണി എന്ന് പറയുന്നത് ടോട്ടലി കൺട്രോൾ ചെയ്യുന്നത് ഡിവൈനാണ്, അല്ലെങ്കിൽ ആ ഒരു അൾട്ടിമേറ്റ് പവറാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ ഒരാത്മാവിൻ്റെ ബ്ലൂ പ്രിൻ്റ് രണ്ട് ബോഡീസിൽ ഇൻകാർണേറ്റ് ചെയ്യപ്പെട്ട് അവർ ആ ഒരു ആത്മാവിൻ്റെ കർമ്മങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ട് വരുന്നവരാണ്. അതായത് എൻ്റെ ട്വിൻ ഫ്ലെയിം എൻ്റേതാണെന്നല്ല, എൻ്റെ ട്വിൻ ഫ്ലെയിം ഞാനാണെന്നാണ് നമ്മൾ പറഞ്ഞ് പഠിക്കേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് വിചാരിക്കും, ഇത് എൻ്റേതാണെന്ന് പറഞ്ഞ് ഒരു പൊസസീവ്നെസ്സിൻ്റെ എനർജിയിൽ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്, അല്ലേ? അപ്പോൾ ഇതൊരു ഡിവൈൻലി ഗൈഡഡ് കണക്ഷനാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, സെപ്പറേഷൻ ആയിക്കോട്ടെ, യൂണിയൻ ആൻഡ് റീയൂണിയൻ ഏതാണെങ്കിലും ഇത് എൻറ്റയർലി കൺട്രോൾ ചെയ്യുന്നത് ദൈവമാണ്, അല്ലെങ്കിൽ ആ ഒരു അൾട്ടിമേറ്റ് പവറാണ്, ഡിവൈനാണ്. ഇവിടെ നമ്മളുടെ പാർട്ട്, അതായത് നമ്മളുടെ പാർട്ടെന്ന് പറഞ്ഞാൽ ഡിവൈൻ ഫെമിനൈൻ്റെയോ ഡിവൈൻ മസ്കുലൈൻ്റെയോ ഒരു പാർട്ട് അവരവരുടെ അതാത് ബോഡീസ് ഏറ്റെടുത്തിരിക്കുന്ന ടാസ്കുകൾ, അതായത് കർമ്മങ്ങൾ ക്ലിയർ ചെയ്യുക, ഫെമിനൈൻ എനർജി സ്പിരിച്വലി അവേക്കൻ ആകുക, മസ്കുലൈൻ എനർജി സിറ്റുവേഷൻസിനെ കാർമിക്സിനെ ഹാൻഡിൽ ചെയ്ത് അതിനെ ആ പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്ത് ഒരു ഡിവൈൻ എനർജിയിലേക്ക് എത്തുക. അപ്പോൾ ഈ ടാസ്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ നമ്മളുടെ എനർജി ഡ്രെയിൻ ആവുകയാണെങ്കിൽ, നമ്മൾ ഹീലിങ്ങിലായിരിക്കുമ്പോൾ നമ്മളുടെ എനർജി ഡ്രെയിൻ ആവുകയാണെങ്കിൽ അവിടെ അവർ വന്ന് സംസാരിച്ചത് കൊണ്ട് നമ്മളുടെ എനർജി ഡ്രെയിൻ ആവുകയല്ല. ഇത് മനസ്സിലാക്കണം, നമ്മളുടെ ഉള്ളിലെ ഒരു അൺഹീൽഡ് പാർട്ട് വെളിയിൽ വരുന്നതാണ്, ട്രിഗേർഡ് ആയതാണ്. കാരണം ഈ ഒരു ജേർണിയിൽ മസ്കുലൈൻ എനർജിയുടെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ തൻ്റെ മിറർ സോളിനെ ട്രിഗർ ചെയ്ത് അവേക്കനിങ്ങിലേക്ക് കൊണ്ടുവരിക, ആ അപ്സെറ്റ്സിനെയൊക്കെ സർഫേസിൽ കൊണ്ടുവന്നിട്ട് ഹീൽ ചെയ്യാനായിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് നമ്മൾക്ക് വരാറുണ്ട്. ആ വരുന്ന സമയത്ത് നമ്മൾ ട്രിഗറായി, നമ്മൾക്ക് എനർജി ഡ്രെയിൻ ആയി എന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് അവിടെ നമ്മളുടെ ഒരു എക്സ്പെക്റ്റേഷൻ്റെ എനർജി ഉണ്ട്, ഒരു ഡിസയറിൻ്റെ എനർജി ഉണ്ട്, ഓവർ ഗിവിങ്ങിൻ്റെ എനർജി ഉണ്ട്. ഓവർ ഇമോഷണലായിട്ട് നമ്മൾ പിന്നെയും നമ്മളുടെ ശ്രദ്ധ, നമ്മളിൽ കൊടുക്കേണ്ട നമ്മളുടെ ശ്രദ്ധ, നമ്മുടെ ഹീലിങ്ങിൽ കൊടുക്കേണ്ട നമ്മുടെ കോൺസെൻട്രേഷൻ അത് നമ്മൾ മറ്റൊരു ബോഡിയിലുള്ള നമ്മളിലേക്ക് കൊടുത്തുപോയി എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ ഒരു ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻ എനർജിയിൽ നിന്നും ഹീലിംഗിലേക്ക് വന്ന് ഡിവൈൻ ഫെമിനൈൻ എനർജിയിലേക്ക് കൺവേർട്ട് ആകുമ്പോൾ ഒരു ഫെമിനൈൻ എനർജി പഠിക്കുന്നത് ഈ ഒരു ഇമോഷണൽ ഇംബാലൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, തൻ്റെ എനർജീനെ എങ്ങനെ ഒരു ഹയർ എനർജിയിൽ എല്ലായ്പ്പോഴും നിർത്തണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ ആദ്യത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആസ് എ അതർ പേഴ്സൺ, വേറൊരു പേഴ്സണായിട്ട് നമ്മുടെ ട്വിൻ ഫ്ലെയിമിനെ ട്രീറ്റ് ചെയ്യാൻ 3Dയിൽ പറ്റുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അവരും നമ്മളും ഒന്നാണ്, എന്നാൽ ആ ബോഡിയിലുള്ള ആളുടെ മൈൻഡ് ആക്റ്റീവാണ്. അപ്പോൾ അവരിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല, അതായത് അവരുടെ സോളിനെ കേൾക്കാൻ അവർക്ക് പറ്റുന്നില്ല, കാരണം നമ്മൾ ഫുള്ളി ഹീൽഡ് അല്ലാത്തത് കൊണ്ട്, മിറർ സോളാണ്. സോ അവിടെ വരുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഒത്തിരി നമ്മളുടെ ഇമോഷൻസ് ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഉത്തരങ്ങൾ പോലെ കൊടുത്തിട്ട് നമ്മളുടെ കാര്യങ്ങൾ, നമ്മളുടെ ഹീലിംഗ്, നമ്മളുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി, നമ്മുടെ സെൽഫ് ലവിന് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ കാര്യങ്ങളെയൊക്കെ ഓവർകം ചെയ്ത്, നമ്മളുടെ ഉള്ളിലെ അപ്സെറ്റ്സിനെയൊക്കെ ഓവർകം ചെയ്ത് നമ്മളുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാനുള്ള ഒരു സ്റ്റേജിലേക്ക് വന്നു എന്നാണ് അതിൻ്റെ മീനിങ്. ഒരു പക്ഷേ നമ്മൾ ട്രിഗർ ആയാൽ പോലും മനസ്സിലാക്കുക എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ട്രിഗർ ആയത്, ആ സംസാരിക്കുന്ന സമയത്ത് നമ്മളുടെ ഫീലിങ്സ് എന്തായിരുന്നു, അവരെന്ത് പറഞ്ഞപ്പോഴാണ് നമ്മൾക്ക് ട്രിഗറിങ് ഉണ്ടായത്, അക്കാര്യങ്ങളൊക്കെ നമ്മളുടെ ഉള്ളിൽ അൺഹീൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനൊക്കെയും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഓരോന്നായിട്ട് നമ്മൾ ഹീൽ ചെയ്യാനായിട്ട്, അതിൻ്റെ കോർ റീസണിലേക്ക് കണക്ട് ചെയ്ത് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് രണ്ടാമത്തെ കാര്യം. അടുത്തതായിട്ട് ട്വിൻ ഫ്ലെയിം വന്നാൽ എനർജി കൊണ്ടുപോയിട്ട് തേർഡ് പാർട്ടിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് ഞങ്ങളിനി സംസാരിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങളിനി ഒരു കോൾ വന്നാൽ അല്ലെങ്കിൽ മെസ്സേജ് വന്നാൽ ആൻസർ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ്
നമ്മളൊരു പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇവിടെ നമ്മുടെ സോളല്ല, നമ്മുടെ മൈൻഡാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം അത് ഫ്യൂച്ചറായി വന്നെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ വന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും, അതായത് പ്രീ പ്ലാൻഡ് ആണ് അവിടെ. ആ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങളുടെ സോൾ എന്താണ് പറയുന്നത്, ആ സമയത്ത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിയർ കൊണ്ട്, എനർജി പോകുന്നുള്ള ഫിയർ കൊണ്ട് നിങ്ങളവിടെ ആ ഒരു കമ്മ്യൂണിക്കേഷനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പിന്നെയും നിങ്ങളൊരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കുക. എന്നാൽ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് അവിടെ സംസാരിക്കണമെന്നില്ല, ഇപ്പോൾ ആ മെസ്സേജിന് ഉത്തരം കൊടുക്കണമെന്നില്ല, കുറച്ച് നാളത്തേക്ക് മിണ്ടണമെന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സിനെ വാലിഡേറ്റ് ചെയ്തിട്ട് ആ ഒരു കാര്യത്തെ പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് അൾട്ടിമേറ്റ്ലി, അതിനാണ് നിങ്ങൾ വാലിഡേഷൻ കൊടുക്കേണ്ടത്. കാരണം ഇങ്ങനെ ഒരു ട്രിഗറിങ് വരുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണെന്ന് മനസ്സിലാക്കുക. ഇതിൽ ഇനിയൊരു കാര്യം പറഞ്ഞുതരാം. ഉദാഹരണമായിട്ട് സൈലൻ്റ് ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർക്കറിയാം, അവർക്ക് ഡ്രീംസിലൂടെയൊക്കെ ആയിരിക്കും ട്രിഗേഴ്സ് കിട്ടുന്നത്. അതിനെ ഡീകോഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ട് നമുക്ക് ട്രിഗർ തന്നു പോകുന്നത് ഒരു ബ്ലെസ്സിങ് തന്നെയാണ് ഈ ജേർണിയിൽ. അതിനെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് എടുക്കുക. അതിലൂടെ പഠിക്കേണ്ട കാര്യങ്ങളെ, ആ ഒരു ലെസൺസിനെ പഠിച്ചിട്ട് അസെൻഷൻ്റെ അടുത്ത ലെവലിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിന്, റേക്കി അറ്റ്യൂട്ട്മെൻറ്റിന്, ആകാശിക് റെക്കോർഡ് റീഡിങ്ങിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.